ഇന്നൊരു അൺബോക്സിംഗിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഇത് ഹോം ബേക്കേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആണ്. ഇതൊരു 4 ബൗളാണ് കേട്ടോ. പ്ലാസ്റ്റിക് ബൗളാണ് വരുന്നത്. 4 ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. ഇതിൽ 4 ഡിഫറെന്റ് സൈസിലുള്ള ബൗളുണ്ട്. അത്യാവശ്യം നല്ല ഡെപ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാറ്റർ മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ ക്രീം ബീറ്റ് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു ബൗളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു സ്പെഷ്യൽ കേക്കാണ്. കാരണം കുറെ ദിവസമായി അമ്മ ഇങ്ങനെ പറയുന്നു എന്തെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കി തന്നൂടെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിന്നെ എന്റെ വീട്ടിലത്തെ കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് മസ്റ്റ് ആയിട്ടും എഗ്ലെസ് ആയിരിക്കണം. പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ വേണം. അത് അമ്മയ്ക്ക് നിർബന്ധം. അമ്മയ്ക്ക് ഇന്ന് എന്റെ വക ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. ഇതിന്റെ എല്ലാ മെഷർമെന്റ്സും എടുക്കുന്നത് ഗ്ലാസ്സിലാണ്. വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഇതിനായിട്ട് ഷുഗർ മെൽറ്റ് ചെയ്യുന്നു. അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നു. പിന്നെ കുറച്ച് ഈന്തപ്പഴം അരച്ചിട്ട് അതും ചേർക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് കട്ടാകുന്ന രീതി വരെ നമ്മൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കളർ കിട്ടുന്ന വേറൊരു ഐറ്റം എന്ന് പറയുന്നത് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഷെയ്ഡിലോട്ട് ആക്കി എടുക്കുന്നുണ്ട്. മെയിൻ താരമായിട്ടുള്ള തൈര്, കുറച്ച് തൈര് എടുക്കാം. കണക്കി പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് ഓയിൽ. അതും കൂടെ നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിയിലേക്ക് ക്യാരറ്റും ഡേറ്റ്സും കൂടെ ഉള്ളത് അത് അതിലേക്ക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സംഭവം സിമ്പിൾ. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കുളമാക്കണ്ട. കാരണം കേക്കിന് ഓവർ മിക്സിങ് എപ്പോഴും ഒരു അലങ്കോലാണ്. പരിപാടി എല്ലാം നമ്മള് തന്നെ അളന്നെടുക്കാണ്. 1 കപ്പ് മൈദ, കുറച്ച് ബേക്കിംഗ് പൗഡർ, കണക്ക് പറഞ്ഞാൽ 1 സ്പൂൺ. ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. ഇച്ചിരി കളർ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കൊക്കോ പൗഡറും ചേർക്കുന്നു. ഉപ്പ് ചേർക്കാൻ നമ്മൾ ഒട്ടും മറക്കാൻ പാടില്ല. കാരണം ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കേക്കിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് അങ്ങോട്ട് കിട്ടാതായി പോകും. 1 നുള്ളുപ്പ് മസ്റ്റ് ആയിട്ടും ചേർക്കാം. നമ്മളെല്ലാ ബാറ്ററും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ ഒരു പാകം ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലും ചേർക്കാം കേട്ടോ. അത് ഒരു റിബൺ കൺസിസ്റ്റൻസി ആവണമെന്നാണ് സാധാരണ പറയാറുള്ളത്. പക്ഷെ ഇത് റിബൺ ഒന്നും ആവണമെന്നില്ല. കാരണം എഗ്ലെസ് ആയതുകൊണ്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പം ആസ് യൂഷ്വൽ ബേക്കിംഗ് ടിൻ എടുക്കുന്നു, അതിലേക്ക് ഒഴിക്കുന്നു, പിന്നെ അത് ബേക്ക് ചെയ്യാൻ വെക്കുന്നു. ഞാനിവിടെ വെച്ചത് ഒരു ഫ്രൈ പാനിലാണ് കേട്ടോ. പുതിയതൊന്നല്ല, പഴയതാണ്. അതിന്റെ വീഡിയോ കാണാതിരിക്കണം നല്ലത്. അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 45 മിനിറ്റോളം ആയിട്ട് അത് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അധികം കേടുപാട് വരുത്താത്ത രീതിയിൽ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി നോക്കാട്ടോ. കുറെ നാളായിട്ടുള്ളവരുടെ ഒരു റിക്വസ്റ്റ് ആണ്, വീട്ടിലേക്ക് ഒരു കേക്ക് ഉണ്ടാക്കി തരുമോ ചേച്ചി. അപ്പൊ ഇതാണ് ഐറ്റം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇനിയും വരും കേട്ടോ. ഞാൻ ഇതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പൊ ആ വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.